ബിഗ് ബോസ് മലയാളം സീസൺ 6 നമ്മളെല്ലാവരും ഇന്നലെ പ്രൊമോയിൽ കണ്ടിരുന്നു റോക്കിയും സിജോയും തമ്മിലുള്ള തർക്കം. അതിൽ സിജോയെ റോക്കി തല്ലുന്നതായിട്ടാണ് നമ്മൾ കണ്ടത്. ലൈവിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ റോക്കിയും സിജോയും തമ്മിൽ വാക്കുതർക്കം ഉണ്ടാവുകയും രാവിലെ മുതലേ അവിടെ പ്രശ്നങ്ങളാണ് ആ ഹൗസിൽ. തൊട്ടതിനും പിടിച്ചതിനും എല്ലാം വേറെ കാര്യകാരണങ്ങളൊന്നുമില്ല. ഈ തൊട്ടു പിച്ചി മാന്തി ഇതൊക്കെ തന്നെ എപ്പോഴും നടക്കുന്നത് തന്നെ. അപ്പോൾ അങ്ങനെ വിഷയങ്ങൾ നടന്നുകൊണ്ടേ ഇരുന്ന സമയമാണ്. ആ സമയത്ത് റോക്കിയും സിജോയും തമ്മിൽ ചെറിയൊരു വാക്കുതർക്കം ഉണ്ടാവുകയും അത് നമുക്കെല്ലാവർക്കും അറിയാം. സിജോയോട് റോക്കിക്ക് കഴിഞ്ഞ ദിവസം ലാലേട്ടൻ വന്ന എപ്പിസോഡിൽ നമ്മൾ കണ്ടതാണ്. ഒരു സിജോയോട് ദേഷ്യമുള്ള പോലെ തന്നെ റോക്കി പെരുമാറിയിരുന്നു. റോക്കിയും സിജോയും തമ്മിൽ തർക്കം ഉണ്ടാവുകയും റോക്കിയെ മാക്സിമം സിജോ പ്രൊവോക്ക് ചെയ്യുകയും ചെയ്തു. റോക്കി ആണെങ്കിൽ സിജോയെ കുറിച്ച് നിനക്ക് വെളിയിൽ ഇന്ന പണിയല്ലേ എന്നൊക്കെ ചോദിച്ച് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങൾ ഉണ്ടായി. അപ്പം അതിഷ്ടപ്പെടാതിരുന്ന സിജോ മാക്സിമം പ്രൊവോക്ക് ചെയ്തു റോക്കിയെ. അങ്ങനെ മാക്സിമം പ്രൊവോക്ക് ചെയ്യുകയും ഇപ്പൊ റോക്കി പറയുന്നുണ്ട്, എന്റെ ദേഹത്ത് നീ കൈ വെക്കരുത്. ആദ്യം താടിയിൽ ഇങ്ങനെ കൈവച്ചിട്ട് കുഞ്ഞുവാവേ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും താടിക്ക് കൈയൊക്കെ വെക്കുന്നുണ്ട്. അതിനുശേഷം പറഞ്ഞു, ഇനി എന്റെ ദേഹത്ത് കൈ വെക്കരുത്, കൈവച്ചാൽ ഞാൻ തല്ലുമെന്ന് റോക്കി പറയുന്നുണ്ട്. അത് പറയുകയും സിജോ തോളത്ത് ജസ്റ്റ് ഒന്ന് കൈ വെക്കുന്നത് മാത്രമേ ഉള്ളൂ. ആ സമയത്ത് റോക്കി നല്ല ഒരു പഞ്ച് ഈ മുഖത്തിന്റെ ഈ ഭാഗത്തായിട്ട് നല്ല പഞ്ച് ചെയ്യുന്നുണ്ട്. നല്ലൊരു പഞ്ചിങ്, നല്ലൊരു ഇടിയായിരുന്നു. അതിനുശേഷം റോക്കിയെ കൺസ്ട്രക്ഷൻ റൂം അവിടെ എല്ലാവരും ഞെട്ടിപ്പോയി. സത്യം പറഞ്ഞാൽ അവിടെ ഇരുന്നവരെല്ലാം ഞെട്ടിപ്പോയി. ഇങ്ങനെ ഒരു അറ്റാക്ക് ആരും പ്രതീക്ഷിച്ചില്ല, ഒരു അടി ആരും പ്രതീക്ഷിച്ചില്ല. ആരും പ്രതീക്ഷിക്കാത്ത സമയത്ത് അത് ബിഗ് ബോസ് എന്ന ഷോയിൽ ആദ്യമായിട്ടാണ് തോന്നുന്നത് ഇങ്ങനെ ഒരാൾ നേരെ നിന്ന് അടിക്കുന്നത്. നമ്മൾ ഈ പല ഷോകളിലും കണ്ടിട്ടുണ്ട്, അടിക്കുമെന്ന് പറയുന്നതല്ലാതെ ആരും അടിക്കത്തൊന്നുമില്ല. ആ സമയത്ത് ആരും വന്ന് പിടിച്ചു മാറ്റുകയൊക്കെ ചെയ്യും. പക്ഷെ അവിടെ നിന്ന് ആരും പിടിച്ചു മാറ്റാൻ പോയില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. അന്ന് അടിക്കട്ടെ എന്നുള്ള രീതിയിൽ നിന്ന പോലെ. എന്നിട്ടാണ് ഇവരൊക്കെ കഥ പറയുന്നത്. ഇപ്പോൾ അവരൊക്കെ കഥ പറയുന്നുണ്ട്, പിടിച്ചു മാറ്റേണ്ടതായിരുന്നു, ഞങ്ങൾ ശ്രദ്ധിച്ചില്ല, ഞാൻ അവിടെ ഉണ്ടായിരുന്നു. റസ്മിൻ പറയുന്നുണ്ട്, ഞാൻ അവിടെ കേൾക്കുമ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഈ പറഞ്ഞവരാരും അവിടെ പിടിച്ചു മാറ്റാനോ ഒന്നും പോയില്ല. പിന്നെ അടിയടക്കം പിടിച്ചു മാറ്റേണ്ടെന്ന് ലാലേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, അടിച്ചടിച്ച് തീർക്കെന്ന്. അത് കറക്റ്റായിട്ട് റോക്കി ചെയ്തു എന്നുള്ളതാണ്. നമ്മൾ ന്യായീകരിക്കുമല്ല, ഒരിക്കലും നമുക്കതിനെ ന്യായീകരിക്കാൻ കഴിയില്ല. ഇതൊരു പബ്ലിക് കാണുന്ന ഒരു ഷോയാണ്. ബിഗ് ബോസ് എന്ന ഷോയിലെ ആദ്യത്തെ സംഭവമാണ് ഇങ്ങനെ നേർക്ക് നേരെ നിന്ന് അടിക്കുക എന്നുള്ളത്. റോക്കി സിജോയെ തല്ലുകയും അതിനുശേഷം റോക്കിയെ കൺസ്ട്രക്ഷൻ റൂമിലേക്ക് ബിഗ് ബോസ് കൺസ്ട്രക്ഷൻ റൂമിലേക്ക് വിളിക്കുകയും ചെയ്തു. എന്നാൽ റോക്കി അവിടെ കരഞ്ഞ് കാല് പിടിക്കുന്ന പോലെയാണ് തോന്നിയത്. ഞാനിവിടെ 6 വർഷമായിട്ട് എൻ്റെ പ്രയത്നമാണ്, ഞാനിവിടെ വന്നത്, ഞാൻ പ്രൊവോക്കിങ്ങിൽ വീണുപോയി, ഞാൻ പറഞ്ഞതാണ് എൻ്റെ ദേഹത്ത് തുടരുതെന്ന്, എന്നിട്ടും എന്നെ തൊട്ടു, എനിക്ക് ദേഷ്യം വന്നു എന്നുള്ള രീതിയിലാണ് റോക്കി പറയുന്നത്. നമുക്ക് ആ കരച്ചിലൊന്നും കണ്ട് നമുക്കിതിനെ ന്യായീകരിക്കാൻ പറ്റില്ല. 6 വർഷം കൊണ്ട് പ്രയത്നത്തിലൂടെ വന്നതാണ് എന്ന് പറഞ്ഞാലും റോക്കിക്ക് അവിടെ 6 വർഷത്തെ പ്രയത്നത്തിൽ വന്ന ഒരാളാണെങ്കിൽ ആ ആൾ ചെയ്യുന്ന പരിപാടിയല്ല ഒരാളെ അറ്റാക്ക് ചെയ്യുക എന്നുള്ളത്. നമ്മൾ വായിൽ നിന്ന് വരുന്ന വാക്കുകളെക്കാൾ ഭയങ്കരമാണ് ഒരു ഇടി എന്ന് പറഞ്ഞാൽ. അത് ബിഗ് ബോസ് ഹൗസിനകത്ത് ഫിസിക്കൽ അസാൾട്ട് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത സ്ഥലമാണ് ബിഗ് ബോസ്. അതിനകത്ത് ഒരു ഫിസിക്കൽ അസാൾട്ട് ഉണ്ടായാൽ തീർച്ചയായിട്ടും അവരെ പുറത്താക്കിയിട്ടുണ്ട്, നമ്മളത് കണ്ടിട്ടുമുണ്ട്. പിന്നെ ഇതിനകത്ത് സത്യം പറഞ്ഞാൽ സിജോയോട് നമുക്ക് ചിലപ്പോൾ ഒരു സ്നേഹമൊക്കെ തോന്നും. സിജോ വലിയൊരു ഗെയിമർ ഒന്നുമല്ല അവിടുത്തെ. ഞാൻ കണ്ടിടത്തോളം സിജോ അവിടെ നല്ലൊരു ഗെയിമറെ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, സത്യം പറയണമല്ലോ. ഇതുവരെയും ഗെയിമിലേക്ക് വന്നിട്ടുമില്ല. പക്ഷേ സിജോ എന്നൊരു മനുഷ്യനെ നമുക്കവിടെ കാണാൻ പറ്റും. സിജോ പറയുന്നുണ്ട്, ആ അടി കിട്ടിയിട്ടും പിന്നീട് മെഡിക്കൽ റൂമിലേക്ക് പോയി പരിശോധിച്ചപ്പോൾ തന്നെ അകത്ത് നല്ല വേദനയുണ്ട് എന്ന രീതിയിലാണ് സിജോ സംസാരിക്കുന്നത്. അതിനുശേഷം സിജോ വെളിയിൽ വരികയും എല്ലാവരെയും ലിവിംഗ് റൂമിലേക്ക് ബിഗ് ബോസ് വിളിക്കുകയും ഇവിടെ നടന്ന സംഭവങ്ങളിൽ ഞങ്ങൾക്ക് ഖേദമുണ്ട്, നമ്മൾ അതിനൊക്കെ ആക്ഷൻ എടുക്കുമെന്നുള്ള രീതിയിൽ സംസാരിച്ചപ്പോൾ സിജോ എഴുന്നേറ്റ് നിന്ന് പറയുന്നുണ്ട്, ബിഗ് ബോസ് എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന്. ബിഗ് ബോസ് പറയൂ എന്ന് പറഞ്ഞപ്പോഴാണ് സിജോ പറയുന്നത്, എനിക്ക് റോക്കിയോട് പരാതി ഒന്നുമില്ല, അവനെ തിരിച്ചു കൊണ്ടുവരണം. ഞാനൊരു കൂട്ടുകാരും തമ്മിലുള്ള ഒരു വഴക്കായിട്ട് മാത്രമേ ഞാൻ ഇതിനെ കണ്ടിട്ടുള്ളൂ, അവനൊരു പാവമാണെന്നുള്ള രീതിയിൽ തന്നെ സംസാരിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അവിടെ വേറെ ഒരു ബിഗ് ബോസിലും നമ്മൾ കണ്ടിട്ടുണ്ട് പേഴ്സണലായിട്ട് എടുത്ത്, ഇപ്പോൾ ഒരു തല്ലാണെങ്കിലും ഒരു തട്ടിയാൽ പോലും പേഴ്സണലായിട്ട് എടുത്തിട്ട് പുറത്താക്കണം എന്ന് മാത്രം പറഞ്ഞ് കേട്ടുള്ളിടത്ത് സിജോ എന്നൊരു മനുഷ്യൻ വേറിട്ട് നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റി. അതിപ്പം തിരിച്ചു കയറ്റുമോ ഇല്ലയോ എന്നുള്ളത് ബിഗ് ബോസിന്റെ ഇതിലാണ്, അവരാണ് തീരുമാനിക്കുന്നത്. പക്ഷേ സിജോ എന്ന് പറഞ്ഞൊരു മനുഷ്യനെ നമുക്ക് കാണാൻ പറ്റി അവിടെ. ഒരു തല്ലുണ്ടായിട്ടും വേറെ ആരെയും മൈൻഡ് ചെയ്തില്ല. സിജോ തന്നെ പറയുന്നു. അത് കഴിഞ്ഞിട്ടും സിജോ അർജുനോടൊക്കെ പറഞ്ഞു, എനിക്ക് അവിടെ ദേഷ്യമൊന്നുമില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. ബിഗ് ബോസിനോടും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ദേഷ്യമൊന്നുമില്ല, അത് ഫ്രണ്ട്ഷിപ്പിന്റെ മേളിൽ ഞാൻ കണ്ടിട്ടുള്ളൂ, അങ്ങനെ തല്ലിയതെന്ന് പറയുന്നുണ്ട്. അതൊരു വലിയൊരു മനസ്സ് തന്നെയാണ് ഇങ്ങനെ ഒരു ഷോയിൽ. സാധാരണ ഒരാളെ നമ്മൾ എങ്ങനെ പുറത്താക്കാം, ഏത് രീതിയിൽ ഫിസിക്കൽ അസാൾട്ട് ചെയ്ത് പുറത്താക്കാം എന്നാണ് പലരും അവിടെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഹൗസിലുള്ള പലരും എന്നെ തല്ലെന്ന് പറയുന്നത് തല്ലി പുറത്താക്കണം എന്നുള്ള രീതിയിലാണ്. പക്ഷേ സിജോ അതിൽ നിന്നൊക്കെ വേറിട്ട് നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നി. സിജോ പുറത്താക്കണം എന്ന് ഒരിക്കലും പറഞ്ഞില്ല. സിജോ പറഞ്ഞു അവന് തിരിച്ച് കയറ്റണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ബിഗ് ബോസിനോട് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ കയറ്റുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഉറപ്പൊന്നുമില്ല, കയറ്റാൻ സാധ്യത കുറവാണ്.
ഇങ്ങനെ ഒരു ഫിസിക്കൽ അസാൾട്ട് നടക്കുമ്പോൾ അവരുടെ റൂൾ ബുക്കിലൊക്കെ ഉള്ളത് ഫിസിക്കൽ അസാൾട്ട് എന്ന് നടന്നു കഴിഞ്ഞാൽ പുറത്താക്കും എന്ന് തന്നെയാണ്. പിന്നെ അവസാന തീരുമാനം ബിഗ് ബോസിൻ്റെയാണ്. ബിഗ് ബോസ് തന്നെ തീരുമാനിക്കും. എന്തായാലും ഇന്ന് നടന്നത് നമുക്കാർക്കും ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു സംഭവമായി പോയി. നല്ലൊരു പ്ലെയർ ആയിരുന്നു റോക്കി. ആ ബിഗ് ബോസ് ഹൗസിൽ എല്ലാവരും ബിഗ് ബോസ് ഹൗസിൽ ലൈവ് ഒക്കെ കാണുമ്പം ഈ റോക്കി അങ്ങോട്ട് പോയി ചൊറിഞ്ഞ് വഴക്കുണ്ടാക്കും എന്നുണ്ടെങ്കിലും ചില കാര്യങ്ങൾ റോക്കി പറയുന്നതൊക്കെ കൃത്യമാണ്. അത് പറയേണ്ടടുത്ത് പറയേണ്ടവർക്ക് കൊള്ളേണ്ട രീതിയിൽ കൊള്ളുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ലൊരു പ്ലെയർ ആയിരുന്നു. പക്ഷേ എത്ര നല്ല പ്ലെയർ ആണെന്ന് പറഞ്ഞാലും ഈ ബിഗ് ബോസിനകത്ത് ഒരു കൺട്രോൾ ഇല്ലെങ്കിൽ, എന്നുവെച്ചാൽ മൈൻഡ് ഗെയിം എന്നൊരു ഗെയിമുണ്ട്, അതുപോലെ പ്രൊവോക്കിംഗ് ഗെയിമുണ്ട്. ഈ മൈൻഡ് ഗെയിം നമ്മൾ കളിക്കുകയും പ്രൊവോക്കിങ്ങിൽ വീഴാതിരിക്കുകയും കൂടി വേണം. അതാണ് ഈ ബിഗ് ബോസ് ഗെയിമിൽ ജയിക്കാൻ, ഈ ബിഗ് ബോസിൻ്റെ കപ്പെടുക്കാൻ ഏറ്റവും സാധ്യതയുള്ള അങ്ങനെയുള്ള ആൾക്കാർക്കാണ്. എന്തായാലും ബിഗ് ബോസ് തീരുമാനിക്കട്ടെ ഇനി മുന്നോട്ട് റോക്കിയെ കയറ്റണ്ടയോ എന്നുള്ളത് ബിഗ് ബോസ് ആണ് തീരുമാനിക്കുന്നത്. എന്തായാലും നല്ലൊരു വാർത്ത വരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.